രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബി.ജെ.പിയുടെ പ്രതിഷേധം. എം.എൽ.എ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. എം.എൽ.എ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ച്. യുവനടിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് എം.എൽ.എ ഓഫീസിലേക്ക് ബി.ജെ.പി മാർച്ച് നടത്തിയത്. ബി.ജെ.പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ, ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേര് പറഞ്ഞില്ലെങ്കിലും വളരെ കൃത്യമായ സൂചനകൾ നൽകുന്നത് ഇതിലെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേര് തന്നെയാണ്. അതുകൊണ്ടാണ് ബി.ജെ.പി വലിയ പ്രതിഷേധം ഉയർത്തിയിരിക്കുന്നത്. വിവരങ്ങൾ. നിലിമ, തീർച്ചയായിട്ടും ഈ യുവനടി പറയാതെ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേര് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ബി.ജെ.പി ഇതിൽ ഇപ്പോൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. നമുക്കൊക്കെ അറിയാം, നവമാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ രാഹുലിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അടുത്തിടെ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഉയർന്നിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ആ സംഭവത്തിൽ ബി.ജെ.പി അതിനെതിരെ പ്രത്യക്ഷത്തിൽ സമരത്തിനോ മറ്റോ ഒന്നും തുനിഞ്ഞിരുന്നില്ല. കാരണം അതിലും ഒരു പരാതി ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ആ അനുഭവം നേരിട്ട പെൺകുട്ടിയോ മറ്റോ രാഹുലിന്റെ പേര് അവിടെ എടുത്തു പറയുകയോ മറ്റോ ചെയ്തിരുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല, അത് തന്നെയല്ല, അതല്ലെങ്കിൽ തനിക്ക് ഇത്തരത്തിൽ ബോധപൂർവം തനിക്കെതിരെയുള്ള ഒരു നീക്കമാണ് ഇത് എന്നുള്ള തരത്തിലുള്ള പ്രതികരണവുമായിട്ട് രാഹുൽ അന്ന് രംഗത്തെത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ വീണ്ടും അതേ വ്യക്തിക്ക് നേരെ മറ്റൊരു യുവനടി പറയാതെ, ആ വ്യക്തിയുടെ പേര് പറയാതെ വീണ്ടും പരാതിയായിട്ട് വരുന്ന സാഹചര്യത്തിൽ തന്നെയാണ് അത് ഈ ഒരു പൊതുപ്രവർത്തന രംഗത്തുള്ള എം.എൽ.എ ആയിട്ട് തന്നെ ഇരിക്കുന്ന വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുകൊണ്ട് നാട്ടിലെ സ്ത്രീകൾക്ക്, അതുപോലെ തന്നെ അമ്മ പെങ്ങന്മാർക്കൊക്കെ ഇറങ്ങി നടക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ബി.ജെ.പി ഈ എം.എൽ.എയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് എം.എൽ.എ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. പാലക്കാട് മണപ്പുള്ളിക്കാവിന് സമീപത്തുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഓഫീസിലേക്കാണ് ബി.ജെ.പി ഈസ്റ്റ് ജില്ലാ അധ്യക്ഷനായ പ്രശാന്ത് ശിവന്റെ നേതൃത്വത്തിൽ ബി.ജെ.പി പ്രവർത്തകർ മാർച്ച് നടത്തിയത്. ഓഫീസിന് സമീപത്ത് പോലീസ് ഈ മാർച്ച് തടയുകയായിരുന്നു. അതിനുശേഷം പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയുണ്ടായി. ഇതോടുകൂടെ തന്നെ ബി.ജെ.പി പ്രവർത്തകർ ഈ പാലക്കാട് സൗത്ത് പോലീസ് സ്റ്റേഷനിലെത്തി ബി.ജെ.പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ സി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധിക്കുകയുണ്ടായി. ഇപ്പോഴും ആ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ ബി.ജെ.പി പ്രവർത്തകർ നിലയുറപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഏതായാലും ബി.ജെ.പി ഈ വിഷയത്തിൽ പ്രധാനമായിട്ടും പറയുന്നത് ഈ യുവനടി ഇതിൽ പരാതിയുമായിട്ട് മുന്നോട്ട് വരാൻ, ഈ വ്യക്തിയുടെ പേര് തന്നെ കൃത്യമായി പറഞ്ഞ് പരാതിയുമായി വരാൻ തയ്യാറാവണം എന്നുള്ളതാണ്. കാരണം ഇതുപോലുള്ള അനുഭവങ്ങൾ കൂടുതൽ ആളുകൾക്ക് ഉണ്ടാവാതിരിക്കണം. കാരണം ഈ വ്യക്തി ഒരു പൊതു രംഗത്തുള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ജനപ്രതിനിധി കൂടി ആയതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ശക്തമായ നിലപാടുമായി പരാതിയുമായിട്ട് പെൺകുട്ടി മുന്നോട്ട് വരണം എന്നുള്ളതാണ് ബി.ജെ.പി ആവശ്യപ്പെടുന്നത്. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള തുടർച്ചയായിട്ടുള്ള പരാതികൾ, അതായത് ഈ പെൺകുട്ടികളുടെ മൊബൈൽ ഫോണിലേക്ക് അശ്ലീല സന്ദേശങ്ങൾ അയച്ചു എന്നുൾപ്പെടെയുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയരുമ്പോൾ അതിൽ മൗനം നടിക്കാതെ ഇത്തരത്തിൽ ധാർമ്മികമായിട്ട് ഈ വിഷയത്തിൽ രാജിവെച്ച് പുറത്തു പോകാൻ എം.എൽ.എ തയ്യാറാവണം എന്നുൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ബി.ജെ.പി പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഓഫീസിലേക്ക് ഏതായാലും മാർച്ച് നടത്തിയത്. ഏതായാലും പോലീസ് ഈ മാർച്ച് തടഞ്ഞ് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്. അരുൺ, ഈ മുൻ മാധ്യമപ്രവർത്തകയും നടിയുമായ റിനി പറഞ്ഞ കാര്യം, ഇയാളിൽ നിന്നും വലിയ പ്രശ്നങ്ങൾ നേരിട്ട പെൺകുട്ടികൾ പ്രതികരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ തുറന്നു പറഞ്ഞത് എന്നാണ്. അവർക്ക് തന്നെ വളരെ കൃത്യമായ ധാരണയുണ്ട്. പല പെൺകുട്ടികളോടും ഈ യുവനേതാവ് വളരെ മോശമായി പെരുമാറി എന്ന്. ആ കുട്ടിയുടെ വാക്കുകളിൽ നിന്ന് അത് വളരെ കൃത്യവുമാണ്. കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയും എന്നുകൂടി പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടുതൽ പ്രതിരോധത്തിലേക്ക് നീങ്ങുകയല്ലേ? തീർച്ചയായും അത്തരത്തിൽ തന്നെ വേണം വിലയിരുത്താൻ. കാരണം ഇതിൽ കൂടുതൽ പരാതിയുമായി മറ്റും മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കറിയാം അത് കൂടുതൽ എം.എൽ.എയുടെ രാജി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതിൽ തർക്കമില്ല. മാത്രമല്ല, ഇതിൽ രാഹുലിന്റെ പേര് ഈ യുവനടിയും മാധ്യമപ്രവർത്തകയുമായ റിനി എടുത്തു പറയുന്നില്ലെങ്കിൽ പോലും കോൺഗ്രസ് അടുത്തിടെ ഒരു നേതാവിനെതിരെ നവമാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള ഇതുമായി ബന്ധപ്പെട്ട് സമാന രീതിയിലുള്ള പരാതികൾ ഉയർന്നിരുന്നു. ആ നേതാവിനെ കുറിച്ചാണ് താൻ പറയുന്നത് എന്നാണ് റിനി പറയുന്നത്. നമുക്കറിയാം അടുത്തിടെ ഒരു യുവ നേതാവിനെതിരെ അത്തരത്തിലൊരു ആരോപണം ഉയർന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തന്നെയാണ് എന്നുള്ളതാണ്. മറ്റൊരു കാര്യമുള്ളത്,
മുൻ കോൺഗ്രസ് നേതാവ് കൂടെയായ ഡോക്ടർ പി സരിനും ഒരു ഫേസ്ബുക്ക് കുറിപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ആരാണ് അയാൾ എന്നതിനപ്പുറം ഒരു പെൺകുട്ടി ഏറ്റുവാങ്ങേണ്ടി വന്ന ദുരനുഭവങ്ങളാണ് ഇതൊക്കെ എന്നാണ് ആദ്യമായി നമ്മൾ ഓരോരുത്തരെയും ചൊടിപ്പിക്കേണ്ടത്. അയാളിനി ആര് തന്നെ ആയാലും അതിനൊക്കെ ഒത്താശ ചെയ്തവരും കൂട്ടുനിന്നവരും മൗനം പാലിച്ചവരും ആരൊക്കെയാണെന്നും എന്തിനു വേണ്ടിയായിരിക്കുമെന്നൊക്കെ ആലോചിക്കുമ്പോഴാണ് കൂടുതൽ ചൊടിപ്പുണ്ടാകുന്നത്. ആ തെമ്മാടി പാർട്ടിയിൽ ഇതല്ല, ഇതിനപ്പുറവും നടക്കുമെന്നാണ് കേരള സമൂഹം വിലയിരുത്തുന്നത്. പി സരിന്റെ പ്രതികരണം വളരെ ശ്രദ്ധേയമാണ്. പി സരിൻ എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥിയാണ്. മാത്രവുമല്ല കോൺഗ്രസ് പാളയത്തിൽ നിന്നും CPM-ന്റെ പാളയത്തിലേക്ക് എത്തി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മത്സരിക്കുകയായിരുന്നു പി സരിൻ ചെയ്തത്. സരിൻ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ആ പാർട്ടിയിൽ നിന്ന് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാം, സംഭവങ്ങൾ നടക്കുമെന്നാണ് പി സരിന്റെ പ്രസ്താവന ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും സരിന്റെ പ്രസ്താവന വളരെ ഗുരുതരമാണ്. സരിൻ പറയുന്നത് ഈ പാർട്ടിയിൽ നിന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് മാത്രമല്ല, ഇതിന് പിന്തുണ നൽകുന്ന നേതൃത്വം, ആ നേതൃത്വത്തിനെതിരെ ഉൾപ്പെടെ സരിൻ നിശിതമായ വിമർശനം ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഇത്തരത്തിൽ ഗുരുതരമായിട്ട് ഇങ്ങനെ ആദ്യത്തെ സംഭവമല്ല ഇത്. തുടർച്ചയായി ഒരു നേതാവിനെതിരെ പേരെടുത്ത് സ്ത്രീകൾ പരാതിയുമായി രംഗത്ത് വന്നില്ലെങ്കിലും ആ വ്യക്തിയെ തന്നെ ഉദ്ദേശിച്ച് തന്നെയുള്ളതാണെന്നുള്ള വിവരങ്ങൾ എപ്പോഴും നവമാധ്യമങ്ങളിലൂടെയും മറ്റുമൊക്കെ പുറത്തു വരുമ്പോൾ അതിലെന്തുകൊണ്ടാണ് KPCC നേതൃത്വവും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവായ VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നത് എന്നുള്ളത് പ്രധാന ചോദ്യം തന്നെയാണ്. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള, കാരണം പാലക്കാട്ടേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊണ്ടുവന്നത് ഷാഫി പറമ്പിലാണ്, അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള ആളുകൾ എന്ത് പ്രതികരണമാണ് ഇനി നടത്തുക എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ അറിയേണ്ടതുണ്ട്. ഏതായാലും ഈ റിനി ഉദ്ദേശിച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ തന്നെയാണെന്ന് ആരോപിച്ചുകൊണ്ട് തന്നെയാണ് BJP ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരിക്കുന്നത്. ഇത്തരം ഒരു MLA, അത് പാലക്കാടിന് തന്നെ നാണക്കേടാണ്, സ്ത്രീ സമൂഹത്തിന് തന്നെ നാണക്കേടാണ്, അമ്മ പെങ്ങന്മാരെയൊക്കെ പോലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. വിവരങ്ങളാണ് അരുൺ ആലത്തൂർ പങ്കുവച്ചത്.